ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. അനാദിമധ്യന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ആദിമധ്യാന്തരഹിതനായി അളവറ്റ വീര്യത്തോടുകൂടി അനവധി കൈകളോടുകൂടിയവനും സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകളോടുകൂടിയവനും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി പോലുള്ള മുഖത്തോടു കൂടിയവനും സ്വന്തം തേജസ്സുകൊണ്ട് സകല പ്രപഞ്ചത്തെയും തപിപ്പിക്കുന്നവനുമായ അങ്ങയെ ഞാൻ കാണുന്നു. അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ നമുക്കും കാണണ്ടേ നമ്മുടെ ഭഗവാനെ? എല്ലാവരും ഏകാദശി വ്രതം നോക്കുക. ഭഗവാനെ തൊട്ടറിയുക, കണ്ടറിയുക, അനുഭവിച്ചറിയുക. ഹരേ കൃഷ്ണ. വീണ്ടും ഒരു ഏകാദശി കൂടി. 2024 സെപ്റ്റംബർ 28 ശനിയാഴ്ച, മലയാള മാസം കന്നിമാസം 12-ാം തീയതി, ഹിന്ദുമാസമായ അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഇന്ദിരാ ഏകാദശി. ഇപ്പോൾ കേരളത്തിലൊഴികെ എല്ലായിടത്തും പിതൃപക്ഷമാണ്. പിതൃപക്ഷം ആചരിക്കുന്നു അവർ. നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാനായിട്ടാണ് ഈ ഇന്ദിരാ ഏകാദശി അനുഷ്ഠിക്കുന്നത്. ഇന്ദിരാ ഏകാദശി ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. യുധിഷ്ഠിരനോട് പറയുന്ന കഥയായിട്ടാണ് എല്ലാ ഏകാദശിയുടെയും കഥ പുരാണങ്ങളിൽ പറയുന്നത്. സത്യയുഗത്തില് ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് മഹിഷ്മതി എന്ന രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ നരകത്തിൽ കിടന്ന് പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു. അദ്ദേഹം രാവിലെ ഉണർന്ന് തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇതിനൊരു പോംവഴി? അങ്ങനെ ആ മന്ത്രിയും രാജാവും കൂടി ഒരു ബ്രാഹ്മണ പണ്ഡിതനെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു, ഇനിയും വരുന്നത് അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഇന്ദിരാ ഏകാദശിയാണ്. അത് വിധിയാമണ്ണം അനുഷ്ഠിക്കുകയാണെങ്കിൽ താങ്കളുടെ മാതാപിതാക്കൾക്ക് മോക്ഷം കിട്ടി ഭഗവാന്റെ വൈകുണ്ഠലോകത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ ഗോലോകധാമത്തിൽ തന്നെ ഭഗവാനോടൊപ്പം കഴിയാൻ ഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിധിയാമണ്ണം, അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ദശമിയുടെ അന്ന് ഒരിക്കൽ ഊണ് എന്ന് പറഞ്ഞാൽ അരി ആഹാരം ഒരിക്കലും, 2 നേരം മിതമായിട്ട് വേറെന്തെങ്കിലും ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കുക. ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുമ്പ് തന്നെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഭഗവാന് നെയ്ദീപം തെളിച്ച് പൂക്കളൊക്കെ അർപ്പിച്ച് ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിച്ച് നമ്മൾ വ്രതം തുടങ്ങും. ആ വ്രതം നിർജ്ജലമായിട്ടെടുക്കാം. തുളസി തീർത്ഥം ഇട്ട്, തുളസി മാത്രം ഇട്ട് വെള്ളം കുടിച്ചുകൊണ്ടെടുക്കാം. ഇല്ലെങ്കിൽ അതും കഴിയാത്തവർക്ക് പാലോ പഴങ്ങളോ മിതമായി കഴിച്ചുകൊണ്ടും എടുക്കാം. പിന്നീട് ദ്വാദശിയുടെ അന്ന് രാവിലെ തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് ഭഗവാന് നെയ്ദീപം തെളിച്ച് ഭഗവാനും നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് ഒരു തുളസി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട്, അല്ലെങ്കിൽ കുറച്ച്, നമ്മൾ അരിയാഹാരം ഉപേക്ഷിച്ചു കൊണ്ടാണല്ലോ വ്രതം തുടങ്ങിയത്. അപ്പോൾ ഒരു നുള്ളു ഉണക്കലരിയോ അല്ലെങ്കിൽ ഒരിത്തിരി അവലോ ഇത്തിരി മലരോ ഒക്കെ നമുക്ക് വെള്ളത്തിലിടാം. അതൊന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തുളസിയില ഇട്ടിട്ട് ഭോഷ്യോഗം പുണ്ടരീകാക്ഷ ശരണം മേ ബവാച്യുത എന്ന് പറഞ്ഞ് നമുക്ക് ആ തീർത്ഥം കുടിച്ചുകൊണ്ട് പാരണ വീടാം. ആ പാരണ വീടുന്ന അന്നും ദ്വാദശിയുടെ അന്നും നമുക്ക് വ്രതമാണ്. അപ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് മിതമായിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ കഴിക്കുക. ഏകാദശിയുടെ ഏറ്റവും പുണ്യമായ പരിപാവനമായ സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ്. ആ ഹരിവാസര സമയത്ത് ഭഗവാൻ തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് ഭൂമിയിൽ ലക്ഷ്മി നാരായണൻ ആ ലക്ഷ്മി സമേതം നമ്മുടെ ഗൃഹങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കൃഷ്ണൻ രാധാ സമേതം എത്തുമെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഹരിവാസര സമയത്ത് എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ നാവിൽ നിന്ന് മുറിയാതെ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ. ഇപ്രാവശ്യം ഹരിവാസര സമയം സെപ്റ്റംബർ 28 രാവിലെ 8:49 മുതൽ രാത്രി 8:49 വരെയാണ്. അതുപോലെ പാരണ വീടേണ്ടത് 29 രാവിലെ 6:14 മുതൽ 8:38 വരെയാണ് കേരളത്തിലെ സമയം. ഇസ്കോൺ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് വിദ്യാമണ്ണം വ്രതമെടുക്കുന്നത്. ആ ഇന്ദ്രസേനൻ എന്ന് പറയുന്ന രാജാവ് അങ്ങനെ വ്രതം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മോക്ഷം ലഭിക്കുകയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിഷ്ണു സാരൂപ്യം കിട്ടി വൈകുണ്ഠ ലോകത്തേക്ക് പോകുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന് വീണ്ടും സ്വപ്ന ദർശനമുണ്ടായി എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരിവാസര സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ എന്തൊക്കെയാണ് ജപിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എന്തും ജപിക്കാം. ദ്വാദശാക്ഷരി മന്ത്രവും ഹരേ കൃഷ്ണ മഹാമന്ത്രവും അതുപോലെ നമ്മൾക്ക് എന്താണോ ജപിക്കാൻ സാധിക്കുന്നത്. ഭാഗവതം വായിക്കാം, ഭഗവത്ഗീത വായിക്കാം. ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ മുഖപത്മത്തിൽ നിന്ന് വന്ന അമൃതവാണിയാണ്. അതിലപ്പുറം ഈ ഒരു പുരാണങ്ങളുമില്ല. 30 മുക്കോടി പുരാണങ്ങളുണ്ടെങ്കിൽ അതിനപ്പുറം ഭഗവത്ഗീതയ്ക്കപ്പുറം ഭഗവത്ഗീത മാത്രമാണുള്ളത്. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും ജപിക്കുക. ഭഗവത്ഗീത ജപിക്കാൻ സാധിക്കുന്നത് പുണ്യമാണ്, കേൾക്കാൻ സാധിക്കുന്നതും പുണ്യമാണ്. ഏകാദശിയുടെ അന്ന് ഭഗവത്ഗീത ജപിക്കുക എന്ന് പറഞ്ഞാൽ ജന്മാന്തര സുഹൃതമാണ്. അത് തന്നെ നമ്മുടെ പിതൃക്കൾക്കുള്ള മോക്ഷത്തിനുള്ള കാരണവുമാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത പഠിക്കുക, ജപിക്കുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നമ്മുടെ ജന്മം സാഫല്യത്തിന് വേറെ ഒരു മാർഗവും വേണ്ട, വേറൊരു കാരണവും കാര്യവും ഒന്നും അന്വേഷിച്ചു പോകുകയും വേണ്ട. നമുക്ക് സകല ഐശ്വര്യവും വന്നു ചേരും. ഭഗവാന്റെ സാന്നിധ്യം ഭഗവത്ഗീത വായിക്കുന്നിടത്ത് എപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഏകാദശിയില് എന്താണ് ഹരിവാസരം എന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയതിനെയാണ് ഹരിവാസരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹരിവാസര സമയത്ത് നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് സർവ ഐശ്വര്യവും സുഖവും എല്ലാം സമാധാനവും ഉണ്ടാകും എന്നാണ് പറയുന്നത്. വൈഷ്ണവ ഭക്തർ എപ്പോഴും എല്ലാ ഏകാദശിയും കൃഷ്ണപക്ഷത്തിൽ വരുന്നതും ശുക്ലപക്ഷത്തിൽ വരുന്നതും ആയ ഏകാദശികൾ എടുക്കുക. ചിലവർ പറയും ഞങ്ങൾ വർഷത്തിൽ 3 ഏകാദശി എടുക്കും. ഒന്ന് ഗുരുവായൂർ ഏകാദശി, ഒന്ന് വൈകുണ്ഠ ഏകാദശി, ഒന്ന് തൃപ്രയാർ ഏകാദശി, അങ്ങനെയൊക്കെ ഞങ്ങൾ എടുക്കാറുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് മാസത്തിൽ വരുന്ന 2 ഏകാദശിയും നമ്മളാൽ കഴിയുന്നത് പോലെ നിർജ്ജലമായിട്ടൊന്നും എടുക്കണ്ട. ഈ കലിയുഗത്തിലെ പ്രകൃതിയുടെ ഓരോ വികൃതികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് പോലെ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് മിതമായ ഭക്ഷണം കഴിച്ച്, മരുന്നുകളൊക്കെ കഴിക്കുന്നവർ മിതമായിട്ട് അരിയാഹാരം ഉപേക്ഷിച്ച് മറ്റുള്ള ധാന്യങ്ങളൊക്കെ കഴിച്ചും അങ്ങനെയൊക്കെ ഈ 2 ദിവസം നമുക്ക് ഭഗവാൻ ശ്രീഹരിക്ക് വേണ്ടി ഭഗവാന്റെ ഭഗവാന്റെ വാമഭാഗമായ ലക്ഷ്മി ദേവിക്ക് വേണ്ടി അല്ലെങ്കിൽ രാധാദേവിക്ക് വേണ്ടി നമുക്ക് വ്രതം അനുഷ്ഠിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ ദശമിയുടെ അന്ന് തന്നെ നമ്മുടെ തുളസിയിലയൊക്കെ നുള്ളി വെക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ എന്നും ഒരു തുളസിയില സമർപ്പിക്കുക. ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ് ഭഗവാന് തുളസിയില സമർപ്പിക്കുന്നത്. എല്ലാവരും തുളസി തറയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വലം വെക്കാവുന്ന ഒരു തുളസി തൈ വീട്ടിലുണ്ടെങ്കിൽ ആ തുളസി ദേവിക്ക് ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് പ്രസീദ തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭൂതേ തുളസിത്വം നമാമ്യഹം. ആ മന്ത്രം ജപിക്കുക. അതുപോലെ ഗായത്രി മന്ത്രം ജപിക്കുക. വിഷ്ണു ഗായത്രിയും ലക്ഷ്മി ഗായത്രിയും ജപിക്കുക. വിഷ്ണു ഗായത്രി ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം മഹാലക്ഷ്മിയേ ച വിദ്മഹേ വിഷ്ണുപത്നിയേ ച ധീമഹി
തന്നോം ലക്ഷ്മി പ്രചോദയാ. അങ്ങനെ ആ ലക്ഷ്മി രൂപവും നാരായണ രൂപവും നമ്മുടെ ഹൃദയപത്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ജപിക്കുക. അതുപോലെ ബ്രഹ്മഗായത്രിയും വേദഗായത്രിയും ഒക്കെ ജപിക്കാം. ബ്രഹ്മഗായത്രി ഓം വേദാത്മനായ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാൻ. വേദഗായത്രി അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി. ഓം ഭൂർഭുവസ്സഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സൂര്യഭഗവാനെ നോക്കി വേണം ഈ ഗായത്രി ജപിക്കാനായിട്ട്. ആ ഉദിച്ചുയർന്നു വരുന്ന ആ നമ്മുടെ സവിതാവായ ആ നമ്മുടെ ഭഗവാനായ ഭഗവാന്റെ കണ്ണുകളായ ആ സൂര്യദേവനെ നോക്കി ഓം സൂര്യനാരായണായ നമഃ എന്ന് ജപിച്ചുകൊണ്ട് ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്ന സൂര്യ പ്രചോദയാത്. ഓം ഭാസ്കരായ വിദ്മഹേ മഹാദ്യുതികരായ ധീമഹി തന്നോമാദിത്യ പ്രചോദയാത്. അങ്ങനെ സൂര്യഗായത്രി ജപിച്ച് ആ ഭഗവാന്റെ സാന്നിധ്യത്തെ തൊട്ടറിഞ്ഞ് വേദഗായത്രിയും അതുപോലെ ബ്രഹ്മഗായത്രിയും വിഷ്ണു ഗായത്രിയും ലക്ഷ്മി ഗായത്രിയും ഒക്കെ ആര് ജപിക്കുന്നുവോ അവർക്ക് രോഗദുരിതങ്ങളില്ലാതെ നമുക്ക് സർവ്വ ഐശ്വര്യത്തോടും കൂടി ഈ ഒരു ചെറിയ ജന്മം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് ഭഗവാന്റെ അടുക്കലെത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ ഹരേ മാധവ ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഹരിപ്രിയർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ഹരേ കൃഷ്ണ.